Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com 4 സെമസ്റ്റർ എക്സാംസിലോട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓൾറെഡി നമ്മുടെ തേർഡ് കഴിഞ്ഞു, നല്ല രീതിയിലെല്ലാം ഫിനിഷ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. സോ ഫോർത്തിൽ ഓരോ സബ്ജക്റ്റിനെയും എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഓരോ സബ്ജക്റ്റിൻ്റെയും പ്രത്യേകത എന്താണ്, ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നൊരു ചോദ്യം തോൽക്കാതിരിക്കാൻ എങ്ങനെ പഠിക്കണം. സോ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പുതിയൊരു സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിങ് പാർട്ട് 2 ഈ ഒരു സബ്ജക്റ്റിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഈ ഒരു വീഡിയോയിൽ നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം പേപ്പറാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികൾ, ഡിഗ്രിക്ക് ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികളായിരുന്നെങ്കിൽ നിങ്ങൾ ഡെറിവേറ്റീവ്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. അതല്ലാത്ത കുട്ടികൾക്ക് ഇതൊരു പുതിയ പേപ്പർ തന്നെയാണ്. നിങ്ങൾ പിന്നെ പല സബ്ജക്റ്റിലും ഇതിൻ്റെ ബേസിക്സൊക്കെ, ഇപ്പോൾ ഫിനാൻഷ്യൽ സർവീസസ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണ്, അതിൽ ഡിമാറ്റ് അക്കൗണ്ട് എന്താണ്, ഡിമെറ്റീരിയലൈസേഷൻ, റീമെറ്റീരിയലൈസേഷൻ, ഇങ്ങനെയുള്ള പല ടോപ്പിക്കുകളും ഇതിനേക്കാൾ മുമ്പ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ നിങ്ങൾ ഡെറിവേറ്റീവ്സിനെ പറ്റിയിട്ടും കേട്ടിട്ടുണ്ടായിരിക്കും. ബട്ട് ഇത് ഡെപ്തിൽ പഠിക്കാനുണ്ട് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ. ഡെറിവേറ്റീവ്സിനെ മാത്രം എടുത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം, ഇതെന്താ സംഭവം എന്നുള്ളത് അറിയില്ല, ഇതിൻ്റെ ആക്ച്വൽ കൺസെപ്റ്റ് അറിയില്ല പല കുട്ടികൾക്കും. ഇതെന്താണ്, ഇതിൻ്റെ ഓപ്പറേഷൻസ് എന്താണ്. എസ്പെഷ്യലി നമുക്കറിയാം പെൺകുട്ടികൾക്കാണ് കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അറിവ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഒരു കോമൺ മാൻ ചിന്തിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, സ്റ്റോക്ക് മേടിക്കാം, ഇങ്ങനത്തെ കോമൺ കുറച്ച് അറിവുകൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക്, ഒരു ലെയ്മാൻ അറിയുന്ന രീതിയിലാണ് മെജോറിറ്റി കുട്ടികളുടെയും അറിവ്. നേരെ മറിച്ച് ഇത് കുറച്ചും കൂടി ഡെപ്തിൽ ടെക്നിക്കലായിട്ടുള്ള പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാനുണ്ട്. എസ്പെഷ്യലി ഡെറിവേറ്റീവ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ 2 കണ്ടൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു സബ്ജക്റ്റ് വരുന്നത്. നോക്കിയാൽ അറിയാം, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ കണ്ടൻസ് കുറച്ചും കൂടി ഈസിയാണ്, അത് ബേസിക്സ് ആണ്. ഡെറിവേറ്റീവ്സിൻ്റെ ഏരിയയിലോട്ട് വരുമ്പോഴാണ് ഇതെന്താ സംഭവം, എങ്ങനെയാണ് ഡെറിവേറ്റീവ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാത്തതാണ്. എത്ര പറഞ്ഞാലും ഇതിൻ്റെ കൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിലേ ഈ ഒരു പേപ്പറിൽ പാസ്സാകാൻ സാധിക്കുള്ളൂ, നല്ല മാർക്കിലോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് പറയാനുള്ളത്, കാര്യം പിടികിട്ടണം. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ റിസ്ക് മാനേജ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞൊരു ആശ്വാസം നൽകുന്ന ഒരു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ. അതിൽ പലപ്പോഴും ബേസിക്സ് റിസ്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് നിങ്ങൾ ഞങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, നോക്കിയാൽ ഇൻട്രൊഡക്ഷൻ ടു റിസ്ക് മാനേജ്മെൻറ്റ്, അതിൻ്റെ മീനിങ്, ഇമ്പോർട്ടൻസ്, ടൈപ്സ് ഓഫ് മാർക്കറ്റ് റിസ്ക്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഡെറിവേറ്റീവ്സിലോട്ട് വരുന്നു. അതിലുള്ള ഡെറിവേറ്റീവ്സ് മാർക്കറ്റ് ഇൻ ഇന്ത്യ, ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്താണ്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്, അതിലെ പാർട്ടിസിപ്പൻസ്, ഇങ്ങനെ ബേസിക്സ് ആണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളുള്ള. മെയിനായിട്ട് ഈ പറയുന്ന ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്പ്, അതിൻ്റെ റെഗുലേറ്ററി കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആദ്യത്തെ മൊഡ്യൂൾ. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഈ ഒരു മൊഡ്യൂൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഇനി എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അതിനുശേഷം ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് ഓരോ മൊഡ്യൂളായിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലാദ്യം നമുക്ക് ഫോർവേഡിനെ പറ്റിയിട്ടും ഫ്യൂച്ചറിനെ പറ്റിയിട്ടും പഠിക്കാനുള്ള മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 2. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്താ സംഭവം എന്നുള്ളത് അറിയാത്തതാണ് കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം. അതിൻ്റെ വാല്യുവേഷൻ എങ്ങനെയാണ് നടത്തുക, പ്രൈസിങ് ആൻഡ് വാല്യുവേഷൻ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആവട്ടെ അല്ലെങ്കിൽ ഫോർവേഡ് കോൺട്രാക്റ്റ്, പിന്നെ ഇതിൽ ഹെഡ്ജിങ്,
ഇങ്ങനെയുള്ള ടേമുകൾ, ഇപ്പോൾ മാർജിൻ സിസ്റ്റം എന്താണ്, ഇതിലുള്ള മെമ്പേഴ്സ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പലപ്പോഴും ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ ഒരു ലെയ്മാൻ എന്നുള്ള ഐഡിയ മാത്രമാണ് മെജോറിറ്റി ആൾക്കാർ വെച്ച് പുലർത്തുന്നത്. അതിൻ്റെ ഇൻഡെപ്തിൽ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് ആരും ചെയ്യുന്നില്ല. പിന്നെ പലരും ഇപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അല്ല, ഇൻവെസ്റ്റ് ചെയ്യാത്തവരാണ്. ഇപ്പോൾ നിങ്ങൾ ഈ MCOM ചെയ്യുന്ന പല കുട്ടികളും 20-21 വയസ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. എന്നാലും അവർക്ക് ഇപ്പോഴും ചിലപ്പോൾ കുറികൾ, ഇപ്പോൾ ജോലി ചെയ്യുന്ന പല ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പാരൻസ് ഉണ്ടായിരിക്കും, അവരിപ്പോഴും സാധാരണ ഒരു സിസ്റ്റം ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും വീട്ടിലാണെങ്കിലും വെച്ച് പോകുന്നത്. മെജോറിറ്റി ആൾക്കാർ കുറി വയ്ക്കുന്നു സേവിങ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗോൾഡ് എടുക്കുന്നു. അങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ആക്ച്വൽ ടെക്നിക്കാലിറ്റിയിലോട്ട് പോയി പഠിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും കുട്ടികൾക്ക് വരാറ്. അപ്പോൾ അങ്ങനെ ഈ ടെക്നിക്കൽ വശങ്ങളിൽ ഫ്യൂച്ചറിനെ പറ്റിയിട്ടും ഫോർവേഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ നമ്പർ 2-ലുള്ള. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് മൊഡ്യൂൾ നമ്പർ 3-ലും 4-ലും നമുക്ക് പഠിക്കാനുള്ള. അതിൽ ഓപ്ഷൻസ്, അതിൻ്റെ ബേസിക്സ്, ഇമ്പോർട്ടൻസ്, ഫണ്ടമെൻ്റൽസ്, ഇൻസ്ട്രുമെൻറ്റ്സ്, അതൊക്കെ. അതിനുശേഷം റിസ്ക് പ്രൈസിങ് ഓഫ് ഓപ്ഷൻ, ഇൻട്രൻസിക് വാല്യൂ, പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ബ്ലാക്ക് ഷോൾ പ്രൈസിങ് മെത്തേഡ്സ്, പുട്ട് ഓപ്ഷൻ, കോൾ ഓപ്ഷൻ, അതിൻ്റെ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അങ്ങനെ ഓപ്ഷൻസ് 2 മൊഡ്യൂൾസായിട്ട് നമുക്കിവിടെ കാണാം. ഫൈനലി ആണ് സ്വാപ്പിലോട്ട് പോകുന്നത്. സ്വാപ്പ് എന്താണ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, ടൈപ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ്, റിപ്പീറ്റ് ക്വസ്റ്റൻ ആണ്, അതിൻ്റെ വാല്യുവേഷൻ, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മൊഡ്യൂൾ നമ്പർ 5. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് സബ്ജക്റ്റിൽ നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ട്, അതുപോലെ തന്നെ തിയറി ഉണ്ട്. ചില സമയത്ത് 50-50, ചിലപ്പോൾ 40-60 അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഇതാണ് ഒരു പ്രോബ്ലം പേപ്പറാണ്. അതിനേക്കാൾ ഉപരി വരുന്ന തിയറി എന്ന് പറയണത് എന്താ, മനസ്സിലാക്കി എഴുതാൻ സാധിക്കാത്ത രീതിയിലാണ്. അതാണ് പ്രശ്നം. ഇപ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റോ HRMോ അതുപോലുള്ളൊരു തിയറി പേപ്പർ അല്ല. അതൊക്കെ നമുക്ക് നമ്മുടെ ഓൺ വേർഡ്സിലൊക്കെ പലപ്പോഴും പ്രസൻറ്റ് ചെയ്ത് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ 2 പാരഗ്രാഫ് നമ്മൾ വായിക്കുമ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ആ ടെക്നിക്കൽ കൺസെപ്റ്റ് പലപ്പോഴും കുട്ടികൾക്ക് മനസ്സിലാക്കി പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതാണ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ബുദ്ധിമുട്ട്, മനസ്സിലാവേണ്ട, കൺഫ്യൂസ്ഡ് ആക്കുന്നത്. മറ്റുള്ള ഒരു തിയറി പേപ്പറിൻ്റെ തിയറി ആസ്പെക്ട്സിലുണ്ട് എങ്കിലും ആ തിയറി പേപ്പറിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റിനെ അപ്രോച്ച് ചെയ്യരുത്. അപ്പോൾ പ്രോബ്ലം മിക്സ് തിയറിയാണ്, പ്രോബ്ലം പേപ്പറാണ്, പ്രോബ്ലംസും ഉണ്ട്, തിയറിയും ഉണ്ട്. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാനുള്ളത്. സ്മാർട്ടായിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യണമല്ലോ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഐഡിയ ലഭിക്കും സബ്ജക്റ്റിനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള മൊഡ്യൂൾ നമ്പർ 1 തന്നെയാണ് പഠിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് മൊഡ്യൂൾ നമ്പർ 2-ലോട്ട് പോകാം. മൊഡ്യൂൾ നമ്പർ 2 എന്ന് പറയുന്നത് ഫ്യൂച്ചർ ആൻഡ് ഫോർവേഡ് ആണ്, കംഫർട്ടബിൾ ആണ്. ഓക്കെ, ദെൻ അതിനുശേഷം നിങ്ങൾ മൊഡ്യൂൾ നമ്പർ 5-ലോട്ട് ചാടാം. നമുക്ക് മാർക്കിൻ്റെ ബേസിലാണെങ്കിലും കംഫർട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സ്വാപ്പാണ്. നമ്മൾ മാർക്സ് കൂടുതൽ വരുന്നത് കുറച്ച് പഠിച്ച് കൂടുതൽ മാർക്ക് കിട്ടുന്ന ഏരിയാസിലോട്ടല്ല ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 1 പഠിക്കുക, 2 പഠിക്കുക, പിന്നെ 5 പഠിക്കുക, പിന്നെ 5 പഠിക്കുക. അതിനുശേഷം നിങ്ങൾ മൊഡ്യൂൾ നമ്പർ ഓപ്ഷൻ്റെ ഏരിയാസിലോട്ട് പോയാൽ മതി. ഓപ്ഷനിലാണെങ്കിലും അതിൻ്റെ ബേസിക്സ് നോക്കുക. ദെൻ മൊഡ്യൂൾ നമ്പർ 4-ലോട്ട് പോകുന്ന സമയത്ത് അതിൽ റിപ്പീറ്റായിട്ട് വരുന്ന ഏരിയാസ് ഉണ്ട്. ഞാൻ എൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ബ്ലാക്ക് ഷോൾ ഉണ്ട്, അതിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരില്ല എന്നല്ല, ബട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കവർ ചെയ്യാനുണ്ട്. 2 മൊഡ്യൂളായിട്ട് കിടക്കല്ലേ. അപ്പോൾ അപ്പുറത്തുള്ള ടോപ്പിക്സ് ഉള്ള ഏരിയാസിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ വരും, മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുകൊണ്ട് 1ഉം 2ഉം 5ഉം പഠിച്ചതിന് ശേഷം നിങ്ങൾ ഓപ്ഷനിലോട്ട് പോകാം. ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡെപ്തിൽ ക്ലാരിറ്റി കിട്ടും എങ്ങനെ ഓരോ ടോപ്പിക്സിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ ഈ രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. ഓക്കെ, ദെൻ അഡീഷണൽ റീഡിങ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഓൾറെഡി സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ബോയ്സ് പിന്നെയും ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് കുറച്ചും കൂടി രസകരമായിട്ട് ഈ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി പറയാനുള്ള. അവസാനത്തേക്ക് പഠനം വെക്കരുത്, കാരണം പല കുട്ടികളും ഈ ഒരു പേപ്പറൊക്കെ ലാസ്റ്റത്തേക്ക് വെക്കുമ്പോൾ ഇത് വായിച്ചിട്ടൊന്നും പിടികിട്ടുന്നില്ല. അങ്ങനെയാണ് എല്ലാവരും ഈ ഒരു പേപ്പറിൽ തോറ്റു പോവാറ്. ഇത് വായിക്കുമ്പോൾ മനസ്സിലാവണ്ടേ, ടെക്നിക്കലായുള്ള പല വശങ്ങളും ഇൻക്ലൂഡ് ചെയ്തുള്ള സബ്ജക്റ്റാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വായിച്ചാൽ പിടികിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഈ ഒരു സബ്ജക്റ്റിൽ എസ്പെഷ്യലി പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ പറയാറ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ 2 സബ്ജക്ട്സ് കോമൺ പേപ്പേഴ്സിൻ്റെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അപ്രോച്ച് ചെയ്യേണ്ട രീതികൾ, അതിൻ്റെ പ്രത്യേകത. ഇനി സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സിലോട്ടാണ് നെക്സ്റ്റ് നമുക്ക് പോകാനുള്ള. സോ ആ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.